മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളെ വേദനയിൽ ആക്കിയവർ ഇന്ന് സുഖമായി ജീവിക്കുന്നുണ്ടാകും. നാളെ നിങ്ങൾ അനുഭവിച്ച അതേ വേദന അവരും അനുഭവിക്കുമ്പോൾ ആദ്യം അവർക്ക് ഓർമ്മ വരുന്നത് നിങ്ങളുടെ മുഖമായിരിക്കും. ശക്തമായ ബന്ധങ്ങൾക്ക് വേണ്ടത് മനോഹരമായ മുഖമോ സുന്ദരമായ വാക്കുകളോ അല്ല, പരിഗണിക്കാനുള്ള മനസ്സും തകർക്കാനാവാത്ത വിശ്വാസവുമാണ്. ഭക്തരെ, ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ അമൂല്യമാണ്. കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കി തരുന്നത്. ഭക്തരെ, നിങ്ങളുടെ ജീവിതം മറ്റൊരാളുടെ ജീവിതവുമായി താരതമ്യപ്പെടുത്തുന്നതിൽ യാതൊരു കാര്യവുമില്ല. താരതമ്യങ്ങൾക്കപ്പുറം, സാദൃശ്യങ്ങൾക്കപ്പുറമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. ആശ്രയിക്കാൻ ആരുമില്ലാതാകുന്ന നിമിഷത്തിൽ നിന്നുമാണ് മിക്ക വ്യക്തികളും സ്വന്തം വ്യക്തിത്വത്തിൻ്റെ മഹിമയും കഴിവും കരുത്തും തിരിച്ചറിയുന്നത്. ഭക്തരെ, മറന്നു പോകാവുന്ന മനസ്സും നിലച്ചു പോകാവുന്ന ഹൃദയവുമാണ് നമ്മുടേത്. ഇതിനിടയിൽ കിട്ടുന്ന കുറച്ച് സമയം സ്നേഹിക്കാനും സന്തോഷിക്കാനും കഴിഞ്ഞാൽ അതാണ് സ്വർഗതുല്യമായ ജീവിതം. പ്രയാസങ്ങൾ ഹൃദയം തകർത്താലും പ്രതീക്ഷകൾ കൈവിടരുത്. ഏതൊരു ഇരുട്ടും തുളച്ച് ഒരു നാൾ പ്രകാശം നിങ്ങളെ തേടി വരും, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക്. ഭക്തരെ, വാക്കുകൾ എപ്പോഴും സൂക്ഷിച്ച് ഉപയോഗിക്കുക. കാരണം വേദനിക്കുന്ന ഹൃദയം എല്ലാവർക്കുമുണ്ട്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു. വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും. ഒരാൾ എറിഞ്ഞു തരുന്ന ഭിക്ഷയാകരുത് സ്നേഹം. മനസ്സും ചേരേണ്ടിടത്ത് ഒരാൾ മാത്രം യാചകനായി മാറിയാൽ തിരികെ നടക്കേണ്ട സമയവും വൈകിപ്പോയിട്ടുണ്ടാകും. ജീവിതത്തിൽ ആരുടെയും നന്മകൾ പാഴാവില്ല. അത് ഏതെങ്കിലും രൂപത്തിൽ നിങ്ങളിലേക്ക് തിരിച്ചെത്തും. കുടുംബത്തിനു വേണ്ടി സ്വന്തം ജീവിതം മറന്നുപോയ ഒരുപാട് പേരുണ്ട്. ഈ ത്യാഗം എല്ലാവരും സൗകര്യപൂർവ്വം മറക്കുന്നു. അതുകൊണ്ട് അവനവന് വേണ്ടി കൂടിയും ജീവിക്കാൻ സമയം കണ്ടെത്തുക. ഭക്തരെ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവുകളിലേക്ക് മാത്രം നോക്കാതെ നന്മകൾ കൂടി മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതം ആനന്ദകരമാകുന്നത്. ഒന്നിനും നിങ്ങളുടെ മനസ്സമാധാനത്തെ കെടുത്താൻ കഴിയാത്ത വിധം ശക്തനായിരിക്കുമെന്ന് ശപഥം ചെയ്യുക. ഭക്തരെ, വിശ്വാസം തകർന്നാൽ പിന്നെ അവിടെ ക്ഷമയ്ക്ക് ഒരർത്ഥവുമില്ല. നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ നിങ്ങളെ അർഹിക്കാത്ത ആളുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അമിത ചിന്ത സമാധാനത്തിൻ്റെ ശത്രുവാണ്. പൂർണ്ണ പുരോഗതിയുടെ ശത്രുവാണ്. ഭയം വളർച്ചയുടെ ശത്രുവാണ്. സംശയം സർഗാത്മകതയുടെ ശത്രുവാണ്. അഹങ്കാരം ജ്ഞാനത്തിൻ്റെ ശത്രുവാണ്. ഭക്തരെ, ആരെയും ഒരു കാര്യത്തിനും നിർബന്ധിക്കരുത്. ഒരുപാട് വളച്ചാൽ ഒടിഞ്ഞു പോകുന്നതാണ്. നിർബന്ധിച്ചു ചെയ്യിക്കുന്ന ഒരു കാര്യവും പ്രയോജനപ്പെടില്ല. ഒരാളെ എത്ര കാലമായി അറിയാം എന്നതിലല്ല, അറിഞ്ഞ കാലം തൊട്ട് എത്രത്തോളം മനസ്സിലാക്കി എന്നതിലാണ് കാര്യം. പണമുണ്ടെങ്കിൽ അപരിചിതർ പോലും ബന്ധുക്കളാണ്. പണമില്ലെങ്കിൽ ബന്ധുക്കൾ പോലും അപരിചിതരാണ്. ഭക്തരെ, നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതൊന്നും ഭഗവാൻ നിങ്ങളെ ഏൽപ്പിക്കില്ല എന്ന വിശ്വാസത്തോടെ പ്രവർത്തിക്കുക. കൂടെയുണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്ന ചില ബന്ധങ്ങൾ നിങ്ങളുടെ വെറും തോന്നലുകൾ മാത്രമാണെന്ന് കാലം തെളിയിച്ചു തരും. ഭക്തരെ, സ്വന്തം അനുഭവങ്ങൾ കൊണ്ടല്ലാതെ ആരും ആരെയും തിരിച്ചറിയില്ല. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.